സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം. ടാക്ടിക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു രാവ് ഇരുട്ടി വെളുക്കുകയാണ്. ഫ്രാൻസ് നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുന്നു, അർജന്റീന നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുന്നു, നോർവേ നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഗോൾ മഴകൾ കണ്ടു. ഗോൾ മഴകൾ എന്ന് പറയുന്നത് ഓരോ താരങ്ങളായി ഗോൾ അടിച്ചു കൂട്ടുന്നത് കണ്ടു. ലയണൽ മെസ്സി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾ കണ്ടെത്തുന്നു. ആദ്യ മത്സരത്തിൽ ഹാട്രിക് എങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടുന്നു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടുന്നു. എർലിൻ ഹാളണ്ട് ഇരട്ട ഗോൾ നേടുന്നു. അപ്പോൾ മെസ്സി ക്ലോസയെ കടന്ന് 18 ഗോളുകളുമായി ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വെട്ടക്കാരനായി മാറിയിരിക്കുന്നു. എംബാപ്പെ ക്ലോസയ്ക്ക് ഒപ്പം എത്തിയിരിക്കുകയാണ്. 16 ഗോളുകൾ എംബാപ്പെ 16 മത്സരങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നു. വളരെ സന്തോഷം നൽകിയ, അതായത് ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളായിട്ട് രാവുകളായി കുറേ നാളുകളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പക്ഷേ അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. എല്ലാ തരത്തിലുള്ള ആരാധകരെയും തൃപ്തിപ്പെടുത്തുന്ന മത്സരഫലങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അർജന്റീനയുടെ മത്സരത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. അർജന്റീന ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ വിജയിക്കുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രിയ വരുമ്പോൾ കുറച്ചുകൂടി റാഗ്നിക്കിനെ പോലെയുള്ളൊരു പരിശീലകൻ അവിടെയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രസ് ചെയ്തിട്ടുള്ള ഗെയിമായിരുന്നു. അവരുടെ ഒരു സ്വാഭാവിക താളം ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു. സമയം നമുക്ക് മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ അൾജീരിയ അല്ല ഓസ്ട്രിയ. റാൽഫ് റാഗ്നിക് എന്ന് പറഞ്ഞാൽ ഹൈ പ്രസ്സിങ് അല്ലെങ്കിൽ ഗഗൻ പ്രസ്സിങ് കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു തുടക്കത്തിൽ അർജന്റീനക്ക് ആ ഒരു താളം കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നന്നായിട്ട് കളിച്ചു. ആദ്യ 8 മിനിറ്റിൽ തന്നെ ഒരു പെനാൽറ്റി നേടിയെടുക്കാൻ പറ്റുന്നു. പക്ഷെ ആ പെനാൽറ്റി എന്തുകൊണ്ടോ മെസ്സി പുറത്തേക്ക് അടിക്കുന്നു. അല്ല, അത് ആരാധകരെല്ലാവരും പറയുന്നുണ്ടല്ലോ, ഒരു പെനാൽറ്റി അടിച്ച് തൂക്കേണ്ടതല്ല റെക്കോർഡ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അർജന്റീന ഒരു പ്രശ്നത്തിലേക്ക് എത്തുന്നു. പക്ഷേ അതിനുശേഷം ഹൈഡ്രേഷൻ ബ്രേക്കിൻ്റെ മുമ്പ് മെസ്സിക്ക് 2-3 അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നത് മെസ്സിയുടെ ഒരു ഓഫ് ഡേ ആണ് ഇന്ന് എന്നാണ്. അവിടെ നിന്നാണ് ഒരു മുറിവേറ്റ സിനിമ എന്ന കണക്ക് 38-ാം മിനിറ്റിൽ ഒരു ഗോൾ വരുന്നത്. ആ ഗോളിനൊരു ഭയങ്കര ഒരു ടീമിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു. മെദീനയാണ് പാസ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിനേക്കാൾ സൗന്ദര്യമായിരുന്നു അൽമാഡയുടെ ആ ഒരു ഡമ്മി ആയിട്ട് മാറി നിൽക്കുന്ന ഫേക്കിംഗ് എന്ന് പറയുന്നത്. ആ മെസ്സി എവിടെയാണ് ബോക്സിൽ എന്നത് മനക്കണ്ണിലൂടെ കണ്ട ഒരു കളിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. ഒരുമ എന്ന് പറയുന്നതും ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നതും. പിന്നീട് ആ ഗോളില്ലേ, ആദ്യത്തെ ഗോള് അതേ സ്ഥാനത്ത് പോർച്ചുഗൽ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഫൈസൽ? പോർച്ചുഗൽ ആണെങ്കിൽ അത് അൽമാഡ് അടിക്കേണ്ട ഗോളാണ്. അർജന്റീന നമുക്കറിയാം. ഇപ്പോൾ അർജന്റീന അടിച്ച 5 ഗോളും ലയണൽ മെസ്സിയാണ്. അതിൽ തന്നെയുണ്ട് എന്താണ് ആ ടീം എന്നുള്ളത്. ഇപ്പോൾ മെസ്സി അർജന്റീന ടീം ഒരു പ്ലാനറ്റായി എടുത്താൽ അതിലൊരു സൂര്യനാണ്. അതായത് ആ സൂര്യനെ ചുറ്റുമാണ് ബാക്കി 10 പേരും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വല്ലാത്തൊരു ആകർഷണീയത, ഒരു ആകർഷണ വലയം തീർക്കുന്നുണ്ട് മെസ്സി താരങ്ങൾക്ക്. ഒരു കാന്തിക പ്രഭാവമുണ്ട് മെസ്സിക്ക് ചുറ്റും. അതിലേക്ക് അവർ കാലിൽ കിട്ടുന്ന ഓരോ പന്തിലും എനിക്ക് തോന്നുന്നത് അവർക്കൊറ്റ ചിന്തയുള്ളൂ. സാധാരണ 2 ചിന്തയുണ്ടാകും. ഈ പന്ത് മറ്റാരിലേക്കുമെങ്കിലും പാസ് ചെയ്യണോ അതോ ഞാൻ ഷൂട്ട് ചെയ്യണോ എന്നുള്ളത്. അർജന്റീനൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, അത് മെസ്സിയുടെ കാലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്നലെ അത് പലതവണ നമ്മൾ കണ്ടതാണ്, പലപ്പോഴായിട്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ അവരടിക്കുന്ന ഒരു ഷോട്ടിന് 50-50 ചാൻസ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ പാരഡൈസിന് ഇന്നലെ വേണമെങ്കിൽ ആ ഷോട്ട് ചെയ്യാമായിരുന്നു. കൃത്യമായ ഒരു 50-50 ചാൻസിലുള്ള ഒരു പൊസിഷനിലായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. പക്ഷേ അദ്ദേഹം അത് ഷൂട്ട് ചെയ്യാതെ മെസ്സിയിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതിനർത്ഥം സ്വന്തം ഉള്ള കോൺഫിഡൻസിനേക്കാൾ, തന്നിലുള്ള കോൺഫിഡൻസിനേക്കാൾ ഇരട്ടി കോൺഫിഡൻസ് ഉണ്ട്. ആ പന്ത് മെസ്സിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് പോസ്റ്റിലേക്കും എത്തുമെന്നുള്ളത്. അത് ഓരോ താരത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, ആ താരങ്ങൾ മാത്രമല്ല എന്നുള്ളതാണ്. പന്തിന് പോലും മെസ്സിയോടൊരു വല്ലാത്ത മുഹബത്തിലതുപോലെ തോന്നി ഇന്നലത്തെ ലാസ്റ്റത്തെ ആ ഗോൾ എന്നുള്ളതാണ്. കാരണം മെസ്സി ഒന്ന് ട്രൈ ചെയ്യുന്നു, അത് ഡിഫൻസിൽ തട്ടി മടങ്ങുന്നു. വീണ്ടും എങ്ങനെയാണ് മെസ്സി അവിടെ എത്തുന്നത് എന്നുള്ളത്. ഇന്നലത്തെ ആ 2 പൊസിഷനിലും ആ 2 ഗോളിലും ഒരു ശൂന്യതയിൽ നിന്നെന്ന പോലെയാണ് മെസ്സി അവിടെ എത്തുന്നത് എന്നുള്ളതാണ്. ആദ്യ ഗോൾ ആ പാസ് വരുമ്പോൾ അൽമാഡ അവിടെയുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ നൽകുന്ന പന്തിൽ മാത്രമല്ല,
അവർ ലീവ് ചെയ്തിടുന്ന പന്തിൽ പോലും നൽകാതിരിക്കുന്ന പന്തിൽ പോലും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. പന്ത് ഞാൻ ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും അവിടെ മെസ്സി എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും അത് ലീവ് ചെയ്യാൻ അൽമാഡയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അവിടേക്ക് മെസ്സി എങ്ങനെ എത്തുന്നു, ആരാലും മാർക്ക് ചെയ്യപ്പെടാതെയാണ് മെസ്സിയുടെ ആൻറ്റിസിപ്പേഷനാണ് അത്. കൃത്യമായി പന്ത് അവിടെ എത്തും എന്നുള്ളതും അത് കൃത്യമായി സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതും അതൊരു പ്രത്യേകതയാണ്. ആ രണ്ടാമത്തെ ഗോൾ നോക്കുക, മെസ്സിയുടെ ഒരു സോളോ മൂവിൽ നിന്നാണ് ആ ബോൾ എടുക്കുന്നത്. ശരിക്കും മെസ്സിയാണ് അതിൻ്റെ ക്രിയേറ്റർ. ആ ക്രിയേറ്ററിനെ അതിനെ സാധൂകരിക്കുന്ന, അതിനെ നീതീകരിക്കുന്ന എന്നതുപോലെയാണ് ആ പന്ത് പോസ്റ്റിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. ഒന്ന് നോക്കിയാൽ മതി. കാരണം ആ പന്ത് പലതവണ ട്രൈ ചെയ്യുന്നു. ഒരു പക്ഷേ മറ്റാരുടെയും കാലിലേക്ക് ആ പന്തിന് ആകർഷണീയതയില്ലാതെ മെസ്സിയിലേക്ക് തന്നെ വലിച്ചടിപ്പിക്കുന്ന രീതിയിൽ ആണ് മെസ്സി സ്കോർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ടീമിൻ്റെ എല്ലാത്തിൻ്റെയും സെൻറ്റർ പോയിൻ്റായിട്ട് മെസ്സി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ അർജൻറ്റീന ലോകകപ്പ് എടുക്കുമ്പോൾ അന്ന് യഥാർത്ഥത്തിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. ഒരു അർജൻറ്റീനൻ ഫുട്ബോൾ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ആ ഫസ്റ്റ് മത്സരം തോറ്റതിന് ശേഷം ഈ ടീം മെസ്സിയെ കേന്ദ്രീകരിച്ചുള്ളതാണ് എന്നുള്ളത്. അന്ന് അതൊരു വിമർശനമാണ് വന്നത്. പക്ഷേ ആ വിമർശനം ഒരു പക്ഷെ പിന്നീട് വഴിമാറുന്നത് ആ ടീം മെസ്സിക്ക് വേണ്ടി കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവരിലുണ്ടാക്കുന്ന ഒരു ഊർജം. യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ അർജൻറ്റീന ഫാൻസ് എനിക്ക് തോന്നുന്നത് അർജൻറ്റീന ഫുട്ബോൾ ടീമിലെ പ്ലെയേഴ്സാണ്. അവർ ആ മെസ്സിയുടെ ഗോൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുന്നു, മറുഭാഗത്ത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാത്തിൽ നിന്നും ഏകനായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനോ ഒരു ഭാഗത്ത്, മറുവശത്ത് എല്ലാവരാലും ചുറ്റപ്പെട്ട് നിൽക്കുന്ന മെസ്സി എന്നുള്ളതാണ്. മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു സംഘം എന്നുള്ള ഒരു ഫീലാണ് എനിക്കുണ്ടാകുന്നത്. അത് അർജൻറ്റീനയ്ക്ക് ഇപ്പോൾ ഫൈസൽക്ക് പറഞ്ഞ പോലെ ഈ താരങ്ങൾ അവർ ഗോൾ നേടിയാൽ പോലും ഇത്ര ആഘോഷിക്കണമെന്നില്ല. കാരണം അവരുടെ ആഘോഷം ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ പണ്ടുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2018-ലും 18-ലൊക്കെ മെസ്സി മധ്യനിരയിൽ നിന്ന് കൊണ്ടുവരും, ഹിഗ്വെയിൻ അത് ചിലപ്പോൾ പുറത്തേക്ക് അടിച്ചു കൊണ്ട് കളയും. പക്ഷേ ഇപ്പോൾ മെസ്സിയിലേക്ക് പന്തുകൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ശരിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു സിനിമ പോലെ നമുക്ക് കാണാം. വിശ്വം ജയിച്ച മെസ്സി അതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് 2006-ലാണ്. അപ്പോൾ കൗമാരക്കാരനായ ഒരു പയ്യൻ സെർബിയക്കെതിരെ മൈതാനത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ആ സിനിമയുടെ. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നത് എന്ന് പറയുന്നത് 2014 ലോകകപ്പിലാണ്. 2014 ലോകകപ്പിൽ ഇൻ്റർവെൽ ഫൈനലിൽ ഗോഡ്സെയുടെ ഒറ്റ ഗോളിൽ വീണ് മുഖം കുനിച്ച് നിൽക്കുന്ന ലയണൽ മെസ്സി. അതിൻ്റെ ആദ്യ പകുതി കഴിഞ്ഞു. രണ്ടാം പകുതി തുടങ്ങി. ആ രണ്ടാം പകുതിയിലെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് 2022 എത്തുമ്പോഴാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. ആ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ ലോകകപ്പ് ഫൈനലാണ്. ആ ഫൈനലിൽ ഇതിനോളം മികച്ചൊരു ക്ലൈമാക്സ് മെസ്സിയുടെ ഒരു ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള ജേഴ്സിയിൽ ഉണ്ടാവാനില്ലല്ലോ. അപ്പോൾ വിശ്വം ജയിച്ച് ആ ക്ലൈമാക്സും കഴിഞ്ഞ് ചിരിച്ച് നിൽക്കുന്ന മെസ്സി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ടൈലൻ്റാണ്. ടൈലൻ്റ് എന്ന് പറയുമ്പോൾ ആരാധകർക്ക് ആഗ്രഹം ഉണ്ടാവും, ഓക്കെ ക്ലൈമാക്സ് കഴിഞ്ഞ് ഇനി എന്താണ്. ആ ആട്ടമാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു സമ്മർദ്ദവുമില്ലാതെ 2 മത്സരങ്ങളിൽ നിന്ന് ഇതിനോടകം 5 ഗോളുകൾ നേടുന്നു. 18 ഗോളുകൾ ആകെ അദ്ദേഹത്തിൻ്റെ ഗോൾ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇന്നലത്തെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തെ കളിയിൽ വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നത് അൾജീരിയ അല്ല ഓസ്ട്രിയ കുറച്ചുകൂടി പ്രസ് ചെയ്യുന്ന ടീമാണ്. മധ്യനിരയിൽ അവർക്ക് കളിക്കാൻ കഴിവുണ്ട്, വേഗമാർന്ന നീക്കങ്ങൾ അവർ നടത്തും. അപ്പോൾ ഡിഫൻസ്, അർജൻറ്റീനയുടെ പ്രതിരോധം ഇന്നലെ ശക്തമായി. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. കാരണം എതിരാളികളായ സ്ട്രൈക്കർമാർ എന്ന് പറയുന്ന ഉയരക്കൂടുതലുള്ള താരങ്ങളാണ്. അപ്പോൾ ഏരിയൽ ബോളുകൾ കളിച്ചതേയില്ല. പിന്നിൽ പന്ത് വാങ്ങി ഹോൾഡ് ചെയ്ത് ഒരു ധൃതിയുമില്ലാതെയാണ് ഇന്നലെ അർജൻറ്റീന ടീം മുഴുവൻ കളിച്ചത്. കാരണം അവർക്കറിയാം അവസരങ്ങൾ വരും. ആ അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. ആ കിട്ടിയ അവസരങ്ങൾ അവർ കൃത്യമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഡിഫൻസിൻ്റെ ഷേപ്പ്, മധ്യനിരയുടെ ഷേപ്പ്, അതൊക്കെ ഇന്നലെ പെർഫെക്റ്റ് ആയിരുന്നു. അവർ അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട്. മറുവശത്ത് ഇപ്പോൾ ഓസ്ട്രിയയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസ്സിങ്ങിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എതിരാളികളുടെ കാലം അവരുടെ സ്വതസിദ്ധമായ കളി കളിക്കാൻ വിടാതിരിക്കുക എന്നുള്ളതാണ്. അത് അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. കാരണം അൾജീരിയക്കെതിരായിട്ടുള്ള ഒഴുക്ക് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ കാണാനേ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് ഒരു നോർമൽ ഒരു ആരാധകൻ എന്നതിനപ്പുറത്തേക്ക് ഫുട്ബോൾ കാണുന്ന ഒരാൾക്ക് ഒരു വിരസമായ മത്സരം എന്നൊക്കെ പോലെ തോന്നുമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കാലുകൾ പെട്ടെന്ന് തളരും. ആ തളർന്നത് ഇന്നലെ കണ്ടിട്ടുമുണ്ട്. രണ്ടാം പകുതിയിലേക്ക് അവർ തളർന്നിട്ടുണ്ട്. ആ തളർച്ച കൃത്യമായി മുതലെടുത്തു. മറുവശത്ത്
അർജന്റീനയാണെങ്കിൽ ഹോൾഡ് ചെയ്ത് അവരുടെ ഊർജ്ജം സംഭരിച്ചു. എങ്കിൽ പോലും നോക്കൂ, ഡി പോളിനെ പോലെയുള്ള ഒരു താരം ഇന്നലെ തളർന്ന് വീഴുന്ന പോലെ കണ്ടു. മെദീന ഇന്നലെ അധ്വാനിച്ച് കളിച്ചതാണ്. ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടുള്ള മെദീനയുടെ കളി ഇന്നലെ എടുത്തു പറയേണ്ടതാണ്. അത് ബോക്സ് ടു ബോക്സ് എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു പന്ത്. ആ ലയണൽ മെസ്സിയുടെ ആദ്യ ഗോളിലേക്കുള്ള പന്ത് നൽകുന്നതും അദ്ദേഹം തന്നെയാണ്. ഡി പോൾ ഇന്നലെ ആദ്യ മത്സരം നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം രണ്ട് കളിയാണ്, രണ്ട് ശൈലിയിലുള്ള കളികളായിരുന്നു ഡി പോൾ. എൻസോയും മക്കലിസ്റ്ററും പതിപോലെ തന്നെ അവരുടെ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിഫൻസ് റൊമാറോക്ക് പരിക്കേറ്റ് കയറിയതാണ് ഒരു പ്രശ്നം. ഒട്ടാമെൻറ്റി വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം ബാലൻസ്ഡ് ആയിട്ടുണ്ട്. ഇനി ഒരു ആശങ്ക എന്ന് പറയുന്നത് 5 ഗോളുകളാണല്ലോ അർജന്റീന നേടിയിട്ടുള്ളത്. 5 ഗോളുകൾ നേടിയത് ലയണൽ മെസ്സിയാണ്. മറ്റൊരാൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. ലൗതാരോ 2 മത്സരങ്ങളിലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് വരുന്നില്ല. ഇന്നലെ ആദ്യം ഒരു പെനാൽറ്റി ലഭിച്ചത് ലൗതാരയുടെ ആ ഒരു നീക്കത്തിനൊടുവിലാണ് എങ്കിൽ പോലും അതിനുശേഷമോ പിന്നെ അതിന് മുൻപോ ഒരു ഇമ്പാക്റ്റ് ലൗതാരയെ പോലെയുള്ള ഒരു ലോകോത്തര താരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അൽമാദയിൽ നിന്നും നമ്മൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അൽമാദയും ആ രീതിയിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ പകരക്കാരനായി വന്ന ആൽവരസ് ഗോൾ നേടിയിരുന്നെങ്കിൽ മറ്റൊരു സ്കോറർ കൂടി വന്നേനെ. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ ഒരു പക്ഷേ ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യ ലെവലിൽ വരാനുള്ള സാധ്യത നമുക്കിത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതിപ്പോൾ ഒരു 70 മിനിറ്റിന് ശേഷമാണല്ലോ വരുന്നത്. കളിക്കാൻ അത്രേ സമയമുള്ളൂ. ആദ്യ ലെവലിൽ നിന്നുകൊണ്ട് കളിച്ച് ഗോൾ നേടിയാൽ മറ്റാളുകൾ കൂടി സ്കോർ ചെയ്യണം. ഇത് മെസ്സി ഒറ്റയ്ക്ക് ചുമലിലേറ്റി കൊണ്ടുകൊണ്ടൊരു ടീമല്ല. കാരണം അങ്ങനെ ഒരു ടീമല്ല, മികച്ച ടീമാണ്. ഓരോരുത്തരും ഇൻഡിവിജ്വലി കളിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ ഗ്രൂപ്പായി കളിക്കുമ്പോൾ ആ രീതിയിൽ മെസ്സി ഇല്ലാതെയും ജയിക്കാമെന്ന് തെളിയിച്ചിട്ടുള്ളൊരു സംഘമാണ്. അപ്പോൾ ഇപ്പോഴും മെസ്സിയെ മാത്രം ചുറ്റിപ്പറ്റുക എന്നത് അതൊരു പ്രശ്നമല്ല, അവരുടെ പോസിറ്റീവാണ്. എങ്കിൽ പോലും മറ്റാളുകൾ കൂടി ഗോളുകൾ കണ്ടെത്തണം. അതാണ് ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മെസ്സി അടിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു രീതിയാണെന്ന് തോന്നുന്നു. കാരണം ഖത്തറിൽ ഇവരെല്ലാം അൽവാരസ് ആണെങ്കിലും മാർട്ടിനസൊക്കെ ആണെങ്കിൽ ആവറേജ് താരങ്ങളാണ്. പക്ഷേ അമേരിക്കയിലെത്തുമ്പോൾ ഇവർ വളരെ താരത്തിളക്കമുള്ള വ്യക്തിഗത മികവുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി, അതാത് ക്ലബ്ബുകൾക്ക് വേണ്ടി ഗോള് അടിച്ചു കൂട്ടുന്ന താരങ്ങളാണ്. അപ്പോൾ ഒരു 5 ഗോൾ അടിച്ചത് മെസ്സി മാത്രമാണ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്ന് തോന്നുന്നു. അടുത്ത കളികളിൽ അവർ ഗോളടിക്കുന്നു തോന്നുന്നു. കാരണം മെസ്സി അടിച്ചോട്ടെ എന്ന് കരുതി മാറി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഹുലിയൻ അൽവാരസ് ആണ് ലൗതാരോ മാർട്ടിനേസിനേക്കാൾ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഫിനിഷറാണ്. മാത്രമല്ല പെപ്പിൻ്റെ പിക്കാണ്. അത് ഒരിക്കലും മോശമാവില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളത് കണ്ടതാണ്. അപ്പം എനിക്ക് തോന്നുന്നു മാർട്ടിനസിനേക്കാൾ എപ്പോഴും ലൗതാരയേക്കാൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കേണ്ടിയിരുന്ന ഒരു താരം ഹുലിയൻ അൽവാരസ് ആണെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. മാത്രമല്ല ഈ മെസ്സി ഗോളടിക്കുന്നു, മറ്റുള്ളവർ ഗോളടിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ആദ്യ കാരണം നമ്മൾ തുടക്കത്തിലേ ചർച്ച ചെയ്തു. ആ ടീം മെസ്സിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അയാളെ ഒരു ന്യൂക്ലിയസ് ആയി വെച്ച് പോകുന്നു, എല്ലാ പാസും മെസ്സിയിലേക്ക് എന്നുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ്. അത് സെൻട്രൽ സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രത്തോളം പാസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അവർക്ക് പലപ്പോഴും കിട്ടുന്നത് മെസ്സിയിൽ നിന്നുള്ള പാസ്സാണ്. മറ്റുള്ള പ്ലേയേഴ്സ് എല്ലാം മെസ്സിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെസ്സിയിൽ നിന്നുള്ള പാസ്സാണ് പലപ്പോഴും അവരിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇരു ടീമുകളും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ള മെസ്സി മാത്രമാണ്. നന്നായി കളിച്ചു ഓസ്ട്രിയ എന്നുള്ളതാണ്. ഇപ്പോൾ റാംനിക് ടീം ഒരുക്കിയെന്ന് നമുക്കറിയാം. അവർ ഹൈലൈൻ പ്രസ്സിങ് ഡിഫൻസ് വരെ ട്രൈ ചെയ്തു അർജൻറ്റീന പോലുള്ള ടീമിനെ. അതൊരു ശരിക്കും ചൂതാട്ടമാണ്. മെസ്സിയെ പോലുള്ള ഒരു താരം ഉണ്ടായിട്ട് അവരതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പക്ഷേ ഒന്നാമത് ഈ പ്രസ്സിങ് ഗെയിമിൻ്റെ ഒരു പ്രശ്നം, ആദ്യം 30 മിനിറ്റ് വരെ അവർ ആ ശ്രമം നടത്തുകയും അത് ഏറെക്കുറെ ഫലം കാണുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം അർജൻറ്റീന ഇവരൽപ്പം തളരുക കൂടി ചെയ്തതോടുകൂടെ ആ സ്പേസ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ മെസ്സിയെ പോലുള്ള ഒരു താരത്തെ 30 മിനിറ്റ് വരെ ആ തന്ത്രം ഫലം ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ അമാനുഷികമായ ചില പ്രതിഭകളുണ്ട്. അത് ഇപ്പോൾ ലയണൽ മെസ്സിയെ പോലുള്ള ഒരാളെ നമ്മൾ അത് ഞാൻ പറയുന്നത് ഓസ്ട്രിയയുടെ മോശമല്ല, അവരുടെ പിഴവോ അല്ലെങ്കിൽ റാംനിക്കിൻ്റെ തന്ത്രങ്ങളുടെ പിഴവോ, അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് വന്നത്. ഇതേ അർജൻറ്റീനയുടെ കളി പൊട്ടിക്കാൻ ഇതേ മാർഗമുള്ളൂ. അവരുടെ മിഡ്ഫീൽഡിൽ അവരെ കളിപ്പിക്കാതിരിക്കുക, അവരുടെ ഒഴുക്ക് തടയുക. അത് യഥാർത്ഥത്തിൽ ഓസ്ട്രിയ ഒരു 30 മിനിറ്റ് വരെ അത് ശ്രമിക്കുകയും അവരത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. മെസ്സിയിലേക്ക് പന്തെത്തുന്നത് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അർജൻറ്റീന എന്ന് പറയുന്ന നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ മക്കലിസ്റ്ററിനെ പോലെ, എൻസോയെ പോലെ, ഡിപ്പോളിനെ പോലെയൊക്കെ പ്രതിപാദനന്മാരായിട്ടുള്ള മിഡ്ഫീൽഡാണ്. അവരിൽ നിന്നൊരു പന്ത് ഏത് നിമിഷവും മെസ്സിയിലേക്ക് എത്താം. ആ പന്ത് തടയാൻ ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അസാധ്യമായ പ്രതിഭകളിൽ അത് തടയൽ ബുദ്ധിമുട്ട്. അപ്പോൾ ആ മെസ്സിയുടെ ആ
ഫസ്റ്റ് ഗോൾ തന്നെ നോക്കാം. അത് അവരുടെ ഡിഫൻസിന്റെ പാളിച്ചയാണോ വെച്ചാൽ നമുക്ക് വെറുതെ അങ്ങ് പറഞ്ഞു പോവാം അവിടെ മെസ്സിയെ എല്ലാ സമയത്തും ഒരാൾ മാർക്ക് ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ ഇത്തരം ഒരു ഗെയിമിൽ അത് അസാധ്യമാണ്. മെസ്സി ആ ഒരു ആൻറ്റിസിപ്പേഷനോടുകൂടി അവിടേക്ക് എത്തുക എന്നുള്ളത്. അത്തരം നിമിഷങ്ങളിൽ മാത്രമാണ് ഓസ്ട്രിയക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത് ചില ആമാനുഷികമായ ചില മെസ്സിയുടെ ഒരു വൈഭവത്തിൻ്റെ പുറത്ത് ഓസ്ട്രിയക്ക് പതറിപ്പോയി എന്നുള്ളത് മാത്രമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മെസ്സി ഒരു പെനാൽറ്റി മിസ്സാക്കിയത് നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം അമാനുഷികത ഉണ്ടാകുമ്പോൾ അയാൾ മനുഷ്യനാണ് അന്നേരം എങ്ങനെ ഒരു കമന്റ് ഉള്ളൂ. അയാൾ മനുഷ്യനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മെസ്സി ഒരു പന്ത് മിസ്സാക്കിയെന്ന് കണ്ടാൽ മതി. അത് അയാൾ ബ്രേക്ക് ചെയ്യേണ്ടത് പെനാൽറ്റിയിലൂടെ അല്ല എന്നുള്ളത്. ഈ മെസ്സിയുടെ ഒരു കരിയർ നമ്മൾ എടുത്തു നോക്കുമ്പോഴേ അതിൽ ഇപ്പോൾ നമ്മൾ 2006 മെസ്സിയെ കാണുന്നു, 2010 കാണുന്നു, 2014 കാണുന്നു, 2018 കാണുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു പീക്കായിരുന്നു ഇതുവരെ. പക്ഷേ അദ്ദേഹം അർഹിച്ചൊരു ടീം അദ്ദേഹത്തിന് കിട്ടുന്നത് ഈ 2018 ശേഷം ആണ് എന്നാണ് 2006 ടീമൊക്കെ ഗംഭീരമാണ്. കാരണം റിക്വൽമിയുള്ള ഒരു സംഘമായിരുന്നു. പെക്കർമാരെ പോലെയുള്ള അല്ല ഞാൻ ഉദ്ദേശിച്ചത് കെമിസ്ട്രി. ആ ഒരു കെമിസ്ട്രി മെസ്സി എന്താണെന്ന് തിരിച്ചറിയുന്ന, മെസ്സി എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു ടീം, അത് അദ്ദേഹത്തിന് അതിന് ചേർന്ന ഒരു പരിശീലകൻ ക്ലൈമാക്സിലേക്കാണ് എത്തിയപ്പോൾ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ പരിശീലകൻ ഇപ്പം നമ്മളത് പറയുമ്പോൾ അർജന്റീന ടീമിന്റെ ചരിത്രം നമ്മൾ പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ പരിശീലകൻ വരുന്നത് എന്നുള്ളതും ഈ പരിശീലകന്റെ ഒരു ടീം അയാളെ അടക്കമുള്ളവർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ മെസ്സി ഫോം ചെയ്തൊരു ടീമും മെസ്സി ഫോം ചെയ്ത ഒരു പരിശീലക സംഘവുമൊക്കെയാണിത്. ഇതെല്ലാം ബ്രെയിൻ മെസ്സിയാണ്. കാരണം എങ്ങനെയാണ് ഇവരെല്ലാം ഇതിൻ്റെ പരിശീലക സ്ഥാനത്തിലേക്ക് എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് എല്ലാം വിട്ടേച്ച് പോയൊരു മെസ്സിയുണ്ട്. ആ മെസ്സിയിൽ നിന്ന് എങ്ങനെയാണ് പിന്നീട് അയാൾ മാത്രമല്ല തിരിച്ചു വരുന്നത്, ആ ടീമിനെ അയാൾ ഷേപ്പ് ചെയ്യുക കൂടിയായിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് സ്കലോണി വിളിക്കുമ്പോൾ അന്ന് മെസ്സിയെ വിളിക്കുമ്പോഴും എന്തിന് സ്കലോണിയും കൂടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഐമറാണല്ലോ ഒരു മെസ്സിയുടെ ഒരു ഐഡിയലായിട്ട് ഉണ്ടായിരുന്ന ആൾ. സ്കലോണി ഒരുമിച്ച് കളിച്ച ആളുകളാണ്, അത്രയും സൗഹൃദമുള്ള ആളുകളാണ്. ആ സമയത്ത് വിളിക്കുമ്പോൾ പോലും തിരിച്ച് വിളിക്കുമ്പോൾ പോലും സമീർ പറയുന്നത് പോലത്തെ ഡയലോഗാണ്. ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് പിന്നെ ഫൈസൽ പറഞ്ഞല്ലോ, ആദ്യത്തെ കുറച്ച് സമയം പ്രതിരോധിക്കാൻ ഓസ്ട്രിയക്ക് കഴിഞ്ഞു. പക്ഷേ ഇത് മെസ്സിയാണല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കുറച്ച് സമയം അദ്ദേഹം കളി പഠിക്കുന്നുണ്ട്. എപ്പോഴും എതിരാളികൾ എങ്ങനെ കളിക്കുന്നു, അവരുടെ പാസിങ്ങൾ എങ്ങനെ പോകുന്നു. രാത്രി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ മൈതാനം മുഴുവൻ മനസ്സിൽ തെളിയുകയാണ് മെസ്സിയുടെ. അപ്പോൾ എങ്ങനെയായിരിക്കും പാസ് പോവുക, അവരെങ്ങനെ എന്നെ തടയാൻ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മെസ്സിയെ പോലെയുള്ളൊരു ഫുട്ബോൾ കമ്പ്യൂട്ടറാണ് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനും കഴിയും. ഇനിയിപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ ഓസ്ട്രിയ ഒട്ടും മോശമല്ലാതെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. അവരുടെ തന്ത്രങ്ങൾ ആ രീതിയിൽ തന്നെ ഭംഗിയായി അവർ മൈതാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ബോൾ പൊസിഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജന്റീനയുമായി വലിയ വ്യത്യാസമൊന്നും കാണില്ല. അവർ പക്ഷേ എന്താ സംഭവിച്ചതെന്ന് കരുതി കഴിഞ്ഞാൽ അവർക്ക് പന്തുമായി അങ്ങനെ ബോക്സിലേക്ക് ഇരച്ച് കയറി ഒരു അപകടം സൃഷ്ടിക്കാൻ, ഒരു ഓൺ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോട്ടാണുള്ളത്, അത് സ്പോട്ട് കിക്കാണ്. സ്പോട്ട് കിക്ക്. അതായത് അവിടെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മൾ കാണുന്നത്, ഈ ഡിഫൻസിൻ്റെ സ്ട്രെങ്ത്. ഓസ്ട്രിയയെ പോലുള്ള ഒരു ടീമിനെ ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ഗ്രൗണ്ട് ബോൾ കളിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് ചില്ലറയല്ല. നമ്മൾ ഈ കളിയെക്കുറിച്ച് മാത്രം നമ്മൾ പറയുമ്പോഴേ മെസ്സി 18 തൊട്ട് പിന്നാലെ ഇനിയുള്ള ഫൈറ്റ് എന്ന് പറയുന്നത് മെസ്സിയോ എംബാപ്പയോ. കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഒരു ആവർത്തനത്തിലേക്ക് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളത് പോലെ തന്നെ തോന്നുവാണ് ഇത്തവണയും. മെസ്സിയോ എംബാപ്പയോ എന്നുള്ള ആ ഒരു ഫൈറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. എംബാപ്പെ ആരാധകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മെസ്സി എത്ര മത്സരങ്ങൾ കളിച്ചു, 2006 മുതൽ കളിക്കുന്ന ആളാണ് മെസ്സി എന്ന് പറയുന്നത്. പക്ഷേ എംബാപ്പയോ മൂന്നാമത്തെ മാത്രം ലോകകപ്പാണ്. 2018, 2022 അതിൽ ആദ്യത്തെ ലോകകപ്പിൽ കിരീടം നേടി, കഴിഞ്ഞ തവണ ഫൈനലിസ്റ്റുകളായി, ഇത്തവണയും ടൈറ്റിൽ ഫേവറേറ്റുകളായി തന്നെ വരുന്നു. അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ ആദ്യ മത്സരങ്ങളിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലോകോത്തര താരങ്ങളെ കുത്തിനിറച്ച ഒരു സംഘം. പഴയ റയൽ മാദ്രിദിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ആ ലെവലിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതൊരു വേറെ ലെവൽ ടീമാണല്ലോ. റൊണാൾഡോയും സിദാനും ഫിഗോയും റൗളും ബെക്കാമും റോബർട്ടോ കാർലോസും ഒക്കെയുള്ള ഒരു സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് അങ്ങനെ ഒരു ഇതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓരോ പൊസിഷനിലും ലോകോത്തര താരങ്ങളുള്ള ഒരു സംഘം. അവർ ഇനിയും കിരീടം നേടിയിട്ടില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. എന്തായാലും അവർ അവസാന ഒരു 4-ൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഫൈനൽ കളിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപക്ഷെ അർജന്റീന ഫ്രാൻസ് ഫൈനൽ ഒരിക്കൽ കൂടി വരുന്നതിൽ വലിയൊരു അത്ഭുതമേ ഇല്ല, ഈ രീതിയിലുള്ള കളിയാണ് എന്നുണ്ടെങ്കിൽ. ഇനി എംബാപ്പയിലേക്ക് വരുമ്പോൾ, അത് കിലിയൻ എംബാപ്പെ എന്നുള്ളത് രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ശരിക്കും ഒരു കില്ലർ എംബാപ്പയായി മാറുകയാണ്. കില്ലർ എംബാപ്പെ തന്നെയാണ്. കാരണം രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ
കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ എവിടെ നിന്നും ഒരു എക്സ്ട്രാ ഊർജ്ജം ലഭിക്കുന്ന ഒരാളാണ്. റയൽ മാദ്രിദിൻ്റെ അദ്ദേഹത്തിൻ്റെ കളി കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. PSG-യിൽ കളിച്ചതും അതിന് മുന്നേ മൊണോക്കോയിൽ കളിച്ചതും ഒക്കെ വെച്ച് കമ്പയർ ചെയ്തു രാജ്യത്തിന് വേണ്ടി കളിച്ചതും ഒക്കെ ആയിട്ട് കമ്പാരിസൺ ഈ ഫുട്ബോളിൽ എപ്പോഴും വരുന്നതാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അതൊരു വശത്ത് നടക്കും, ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ വേഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫിസിക്ക്, കരുത്ത്, ഫിനിഷിങ് എല്ലാം ഒത്തുചേർന്ന ഒരു ഏറ്റവും മികച്ച ഇപ്പോൾ ലോകത്തുള്ളതിൽ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറ്റുകയാണ്. എംബാപ്പയോട് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം സമ്മതിക്കില്ലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും എംബാപ്പയുടെ ഒരു സ്കില്ലും വേഗവും ഒക്കെ പറയുന്നത് ലോകോത്തര താരം എന്നുള്ളത്. ഇന്നലത്തെ മത്സരത്തിലും അത് കൃത്യമായി കാണുകയും ചെയ്തു. 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ആദ്യത്തെ മത്സരത്തിലും 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ആകെ കളിച്ചിരിക്കുന്ന മത്സരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ലോകകപ്പിൽ ഇതുവരെ 16 മത്സരങ്ങൾ മാത്രമാണ്. 16 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകൾ എന്നൊക്കെ പറയുന്നത് അത് ലോകവേദിയാണ് എന്ന് ആലോചിക്കണം. നിസ്സാര വേദിയൊന്നുമല്ല, ലോകവേദിയിലാണ് ഇത്തരം ഗോളുകളൊക്കെ പ്രധാന മാച്ചുകളാണ്. അതാണ് ഏതെങ്കിലും 2 പേരെ തല്ലി ഡോണായവനല്ല എന്ന് പറയുന്നത് പോലെ ആ രീതിയിലാണ്. പക്ഷേ ചെറിയ ടീമുകളില്ല എന്നുള്ളതല്ല. പക്ഷേ എങ്കിൽ പോലും അടിച്ച ഗോളുകൾ നോക്കി കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ എത്ര ഗോൾ അടിച്ചിട്ടുണ്ട് അർജന്റീനയ്ക്കെതിരെ. നോക്കൗട്ട് ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെറിയ ടീമെന്നോ വലിയ ടീമെന്നോ ഒന്നുമില്ല, അദ്ദേഹത്തിലേക്ക് പന്തെത്തുന്നു, അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഫ്രാൻസ് ആകട്ടെ അനായാസമായി ആദ്യ മത്സരത്തിൽ അവർക്ക് കുറച്ചൊരു വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിൽ പോലും ഇന്നലെ വളരെ അനായാസമായി ഇറാഖാണല്ലോ. ഇറാഖ് ഈ പേര് കേട്ട ഫ്രാൻസിനെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു പകപ്പൊക്കെ അവരുടെ ഭാഗത്ത് ഏതായാലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇറാഖിനെയും തോൽപ്പിച്ചുകൊണ്ട് അവർ നോക്കൗട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് 2 മത്സരങ്ങളിൽ. എംബാപ്പെ ഒരു പക്ഷേ ഈ ലോകകപ്പിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ലോകകപ്പിൽ തന്നെ മെസ്സിയെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മെസ്സി 27 മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയും 18 ഗോളുകൾ അടിച്ചത്. വിനീഷ് പറഞ്ഞ പോലെ 16 മത്സരങ്ങളിൽ നിന്നാണ് എംബാപ്പെ ഗോൾ അടിച്ചത്. പക്ഷേ മെസ്സിയുടെ ഒരു തിരിച്ചുവരവും മാനവരാശിയുടെ ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മെസ്സി ഇതിഹാസമാകാതെ നിൽക്കുന്നില്ല. പക്ഷെ എംബാപ്പയും ഇതിഹാസമാണ് എന്നാണ് അതിനർത്ഥം. അതാണ് ഇത് ലോക കിരീടം നേടാത്ത ഒരുപാട് ഫുട്ബോൾ താരങ്ങളുണ്ട്. അതുപോലെ ഒരാളാണ് ഇപ്പോൾ യുസേബിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫിഗോയുടെ കാര്യം, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യമാണെങ്കിലും, ക്രൈഫിൻ്റെ കാര്യമാണെങ്കിലും, പുഷ്കാസ്, ഇവരൊന്നും ഇതിഹാസങ്ങളാകാതിരിക്കുന്നില്ല. ഇവരൊന്നും ഈ കളിയിലെ അഗ്രഗണ്യന്മാരാണ്. ഇവരാരും മോശക്കാരായി മാറുന്നില്ല. ലോക കിരീടമല്ല അടയാളം എന്നുള്ളത് അത് മെസ്സി ഹെയ്റ്റേഴ്സാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു ലോക കിരീടം ഇല്ലല്ലോ നിങ്ങൾക്ക്, പിന്നെ എന്ത് പൂർണ്ണത എന്നൊക്കെ പറഞ്ഞത്. അതിൽ പൂർണ്ണത വരിക്കാൻ വേണ്ടി മാത്രമല്ല. ലോക കിരീടം ലഭിച്ചില്ല എങ്കിൽ മെസ്സി ഇതിഹാസമല്ലാതെ ആയി മാറുന്നില്ല. ലോക കിരീടം കൂടി നേടിയപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു പകിട്ട് കിട്ടി, ഒരു പൊന്തൂവൽ കൂടി കിട്ടി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. ഇനിയിപ്പോൾ ഈ ലോക കിരീടം നേടാത്ത ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു താരത്തിൻ്റെ കളി കൂടി ഉണ്ടായിരുന്നു. അതാണ് ഹാലൻഡും 2 മത്സരങ്ങളാണ് ലോകകപ്പ് കളിച്ചത്. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ലോകകപ്പിന് നേടുന്നത്? 98-ൽ ഫ്രാൻസ് കിരീടം നേടിയ ആ ലോകകപ്പിൽ നോർവേ കളിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള നീണ്ട ഇടവേള, ആ ഇടവേളയ്ക്ക് ശേഷമാണിപ്പോൾ നോർവേ ലോകവേദിയിൽ പന്ത് തട്ടാൻ വരുന്നത്. നോർവേ എന്ന് പറയുമ്പോൾ പാതിരാസൂര്യൻ്റെ നാടാണല്ലോ. പാതിരാസൂര്യൻ്റെ നാട്ടിൽ നിന്നൊരു ഉദയസൂര്യൻ വരുന്നു. അതാണ് ഹാലൻഡ് എന്നുള്ളതാണ്. അദ്ദേഹം ഉദിച്ചു വരികയാണ്. 2ാമത്തെ മത്സരത്തിലും അനായാസം. ഇപ്പോൾ അത് ഹാലൻഡിൻ്റെ ടീം മാത്രമല്ല, ഒരുപാട് താരങ്ങൾ അവിടെയുണ്ട്. അവർക്ക് സെനഗലിനെ പോലെയുള്ളൊരു ടീം എന്ന് പറയുന്നത്, സെനഗൽ ആഫ്രിക്കൻ കരുത്തരാണ്. നല്ല ടൈറ്റ് ഫൈറ്റ് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ബോൾ പൊസിഷനിലൊക്കെ ഒരല്പം മുൻതൂക്കം സെനഗലിന് ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും 3-2 എന്നുള്ള സ്കോറിന് ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള അവരുടെ ലോകകപ്പിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കിക്കൊണ്ട് 2 മത്സരങ്ങളിൽ നിന്ന് തന്നെ അവർ നോക്കൗട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാലൻഡിൻ്റെ ഒരു പ്രകടനം ഈ ലോകകപ്പിൽ നോർവേയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വളരെയധികം നിർണായകമാകുമെന്ന് കരുതുന്നില്ലേ? എംബാപ്പയുടെ കാര്യം പറയുമ്പോഴേ എനിക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എംബാപ്പയ്ക്ക് ഇപ്പോൾ ലയണൽ മെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ ഡിപോൾ ലയണൽ മെസ്സിയുടെ ഒരു പടയാളിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ ഇത്തവണ എംബാപ്പയ്ക്ക് ഒലീസെ എന്ന് പറഞ്ഞൊരു പടയാളിയുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത എംബാപ്പെ ഇത്തവണ ഒരു പക്ഷേ ടോപ്പ് സ്കോററോ ആ തരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക കാരണക്കാരൻ ഒലീസയായിരിക്കും. നേരത്തെ തന്നെ ഈ ലോകകപ്പ് തുടങ്ങും മുമ്പ് തന്നെ എല്ലാവരും പ്രവചിച്ചതാണ് ഇത്തവണ എംബാപ്പെ അപകടകാരിയാകുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം, അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഒലീസയായിരിക്കുന്നു. ഇന്നലെ 2 അസിസ്റ്റാണ് ഒലീസ നൽകിയത്. അപ്പോൾ കഴിഞ്ഞ ആദ്യ മത്സരത്തിലുണ്ടായിരുന്നു. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടെ ഫ്രീ ആകുന്നു എന്നുള്ളതാണ്. ഈ അദ്ദേഹത്തിന് ആ ഫൈനൽ ഫിനിഷിങ് ടച്ചിങ് മാത്രം മതി എന്നുള്ള മെസ്സിയുടെ അവസ്ഥയല്ല എംബാപ്പയ്ക്ക് ഫ്രാൻസ് ടീമിലുള്ളത്. അദ്ദേഹത്തിന് കുറേ കൂടി ഒരു സെൻട്രൽ സ്ട്രൈക്കിംഗ് റോളിലേക്ക്, പക്ഷേ അദ്ദേഹം ഡീപ്പിലേക്ക് പലപ്പോഴും ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ ആ ഫസ്റ്റ് ഗോള് എംബാപ്പയുടെ ഗ്രേസിനുള്ള കൃത്യമായ ഉദാഹരണമാണ് എന്നുള്ളതാണ്. ബോക്സിന് പുറത്ത് നിന്ന് അടിച്ച ഒരു വെടിച്ചുള്ള ഷോട്ടാണ് അത്. ആദ്യത്തെ മത്സരത്തിൽ അങ്ങനെ ഒരു അതെ. അല്ല, എംബാപ്പേൻ്റെ ഒരു ഇത് സ്റ്റാറ്റ്സ് ഇന്നലത്തെ നോക്കുകയായിരുന്നു. 90% പാസ് ആക്യുറസി ഉണ്ട്, 59 ടച്ച്. മുന്നേറ്റ നിരയിൽ കളിക്കുന്ന ഒരു താരമാണെന്ന് ആലോചിക്കുക. 59 ടച്ചുകളാണ്. ബോക്സിൽ 10 ടച്ചുകളുണ്ട് എംബാപ്പെ,
8 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്, 6 പ്രോഗ്രസീവ് കാരിയേഴ്സ് ഉണ്ട്, 4 അറ്റംപ്റ്റഡ് ടേക്സ് വൺസ് ഉണ്ട്, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 3 2 ഗോളുകളും വന്നിട്ടുണ്ട്, 2 സക്സസ്ഫുൾ ടേക്സ് വൺസ് ഉണ്ട്, 2 ഗോളുകൾ നേരിട്ടുണ്ട്. അപ്പോൾ അനദർ ഡേ അനദർ റേസ്, അത്രേ പറയാനുള്ളൂ. ഇനി മറുവശത്ത് ലയണൽ മെസ്സിയുടെ ഇന്നലത്തെ കളിയുടെ ഇത് നോക്കുക, 71 ടച്ച്, എംബാപ്പെ 59 ആണെങ്കിൽ 71 ടച്ച് ലയണൽ മെസ്സി ഉണ്ട്, 8 ടച്ച് ആണ് ബോക്സിൽ. മറുവശത്ത് എംബാപ്പെ 10 8 ടച്ച് ഉണ്ട്, 7 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. എംബാപ്പെ 8 ഷോട്ടുകളാണ്, 6 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡിലേക്ക് 6 പാസുകൾ നൽകിയിട്ടുണ്ട്, ലക്ഷ്യത്തിലേക്ക് 4 ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേക്ക് വൺസ് 4 അറ്റംപ്റ്റഡ് ടേക്സ് വൺസ് ഉണ്ട്, സക്സസ്ഫുൾ ടേക്ക് വൺസ് 3, ചാൻസസ് ക്രിയേറ്റഡ് ഒരു അവസരങ്ങൾ ഒരുക്കിയത് 2 തവണയാണ്, 2 ഗോൾ നേടിയിട്ടുണ്ട്. ഏകദേശം തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം എന്നൊക്കെയുള്ള ഗ്രൂപ്പിൽ തന്നെ ഈ കണക്കുകളുടെ പോരാട്ടം ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം 5 ഗോളുകൾ ലയണൽ മെസ്സി ടോപ്പ് സ്കോറർ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 4 ഗോളുകൾ വീതം നേടിക്കൊണ്ട്, 1 എംബാപ്പെ, 1 ഹാലണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിന്റെ മത്സരം വരുമ്പോൾ അറിയാം ഹാരി കെയ്ൻ അതിലേക്ക് വരും, അതുപോലെ തന്നെ വിനീഷ്യസ് കയറി വരാൻ. ഇതില് റൊണാൾഡോയുടെ ഒരു കുറവുണ്ട്, ഇന്നത് സാധിക്കുമോ? കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീനയുടെ കളി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതേപോലെ ഇരുന്ന് സംസാരിച്ചതാണ്. അപ്പോൾ റൊണാൾഡോ കയറി വരും എന്നുള്ളൊരു വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ആ രീതിയിലുള്ള വിശ്വാസമല്ല, ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കാരണം റൊണാൾഡോ വരണമല്ലോ. കാരണം റൊണാൾഡോയെ പോലെയുള്ളൊരു താരം, കാരണം എത്ര വയസ്സായി, 40 കഴിഞ്ഞ് നിൽക്കുന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പ്രായത്തിലും രാജ്യത്തോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഗോളിനോടുള്ള ദാഹം, അതാണ് പറയേണ്ടത്. ഗോളിനോടുള്ള ദാഹം, ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അതുകൊണ്ടാണല്ലോ ഈ ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നത്. റൊണാൾഡോയെ പോലെയുള്ളൊരു താരം അവിടെ വന്ന് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക് പന്തെത്തണം, അത് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ കഴിയണം എന്നുള്ളത് ഓരോ ഫുട്ബോൾ ആരാധകൻ്റെ ആഗ്രഹമാണല്ലേ. ആ ടീമിൽ റൊണാൾഡോയ്ക്ക് മാത്രമേ തൻ്റെ കാലിൽ പന്തെത്തണം എന്നുള്ള ആഗ്രഹമുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. മറ്റുള്ളവർക്കൊന്നും. റൊണാൾഡോയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എങ്ങനെ കാണുന്നു? അല്ല, റൊണാൾഡോയ്ക്കുള്ള എതിരെയുള്ള വിമർശനങ്ങൾ നമ്മൾ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ വിലയിരുത്തിയതാണ്. അതായത് ആ ടീമിൻ്റെ പ്രശ്നം റൊണാൾഡോ മാത്രമല്ല, ആ ടീം എന്ന് പറയുന്നത് ലോകോത്തരമായ, ഈ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും ശക്തമായ മധ്യനിരയാണ്, അതിനൊത്ത ഡിഫൻസുമുള്ള ടീമാണ്, നല്ല അറ്റാക്കിംഗ് വിങ് ബാക്കുകളുള്ള ടീമാണ്. പക്ഷേ അതിൻ്റെ ഗുണം അവരുടെ ഫൈനൽ തേർഡിലേക്ക് എത്തിയില്ല കഴിഞ്ഞ മത്സരം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയാം, കഴിഞ്ഞ മത്സരത്തേക്കാൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ട് അവർക്ക് സാധ്യതയുള്ള മത്സരമായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര നിസ്സാരരായി കഴിഞ്ഞ മത്സരം അവർ കളിച്ച കളി നമ്മൾ കണ്ടതാണ്. ആ കളിയാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ, കൃത്യമായി മാർട്ടിനസ് കളി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. പോർച്ചുഗൽ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഈ പേപ്പറിലെ സ്ട്രെങ്ത് കൊണ്ട് മാത്രം നിൽക്കില്ല. ഒറ്റ കാര്യമേ പോർച്ചുഗലിന് ചെയ്യാനുള്ളൂ. ഒന്നുകിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സെൻട്രൽ സ്ട്രൈക്കറാണ്, ഞങ്ങളുടെ ടീമിലെ ഒരു അംഗമാണ് എന്ന് മറ്റു താരങ്ങൾ കൂടി അംഗീകരിച്ച്. കോൺസിസാവോ എന്നാണ് പറഞ്ഞത്, ക്രിസ്ത്യാനോക്ക് ബോൾ കൊടുക്കണം എന്നുള്ളത് ഞങ്ങളെ ബാധ്യതയല്ല. ഓക്കെ, ബാധ്യതയല്ല. ദെൻ നെക്സ്റ്റ് ആര്? അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് അവർ ടീം എന്ന നിലയിൽ ടീമിന് ജയിക്കണമല്ലോ. അടുത്ത ആളിലേക്ക് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ റൊണാൾഡോ അടിക്കണ്ട, മറ്റുള്ളവരെത്ര അടിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഈ കോൺസിസാവോ അടക്കമുള്ളവർ, ബാക്കിയുള്ളവർ എത്ര അടിച്ചു എന്നുള്ളതാണല്ലോ. ഈ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ നന്നായി ഗോളടിക്കാൻ കഴിവുള്ളവനാണല്ലോ, അവരെന്താ അടിക്കാത്തത്? അപ്പം ഈ ടീമിന് ഒറ്റ പ്രശ്നമുള്ളൂ, അവർ ഓക്കെ റൊണാൾഡോ അങ്ങ് മാറ്റി നിർത്തിയിട്ട് അവർ 10 പേരടിക്കട്ടെ, എങ്കിൽ പോലും പോസ്റ്റിലേക്ക് അടിക്കണം എന്നുള്ളതാണ്. വെറുതെ അല്ല ഈ ട്രോളുകൾ ഇറങ്ങുന്നത്. കാരണം ഇപ്പം പോർച്ചുഗൽ ഫാൻസിനെതിരായിട്ടുള്ള ട്രോളുകൾ ഒരുപാടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ട്രോൾ ഇതായിരുന്നു, പിന്നെ ഒരു സീരിയലിൻ്റെ ടൈറ്റിൽ കാർഡ് വരുന്നത് പോലെ തന്നെ ഒരു സാധനം, റൊണാൾഡോ ഗോൾ അടിക്കുമോ, പോർച്ചുഗൽ ജയിക്കുമോ, ബ്രൂണോ ഫെർണാണ്ടസ് നായകനോ അതോ വില്ലനോ, കാണാം ഇന്ന് രാത്രി 10:30. ആ രീതിയിലേക്ക് ട്രോളുകൾ പോവുകയാണ്. കുടുംബവിളക്ക് ടൈറ്റിലും കൊടുത്തിരിക്കുകയാണ് സീരിയൽ. എനിക്ക് അതിനേക്കാൾ രസകരമായി തോന്നിയത് ഇപ്പൊ ജാവനവസിന്റെ ഒരു പ്രശ്നമുണ്ട്. ജാവനവസ് കഴിഞ്ഞ നാഷൻസ് ലീഗിൽ പോർച്ചുഗൽ കപ്പടിക്കുന്ന സമയത്ത് സത്യത്തിൽ ജാവനവസ് ആ ടീമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ടീം ഭയങ്കര ഒത്തിണക്കത്തോടെ കളിച്ചു എന്നുള്ളതാണ് ആരാധകരുടെ ഒരു വേർഷൻ. പക്ഷെ ജാവനവസ് നമുക്കറിയാം, ലോകത്തെ 1 ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കളിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വില്ലൻ്റെ റോളിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം ടീമിലെത്തുമ്പോൾ റൊണാൾഡോ ഒക്കെ പാസ് ഇല്ല എന്നുള്ളതാണ് ആരാധകരുടെ പ്രശ്നം. ഈ ടീമിൻ നമുക്കറിയാം, പോർച്ചുഗൽ ഒത്തിണക്കത്തോടെ കളിച്ചാൽ, ഇപ്പോൾ ഈ ടീമാണല്ലോ 2 വർഷം മുമ്പ് നാഷൻസ് ലീഗിൽ സ്പെയിനിനെ പോലുള്ള ഒരു ടീമിനെ തകർത്ത്, അന്ന് സ്പെയിനിനെ തോൽപ്പിച്ചു, ജർമ്മനിയെ തോൽപ്പിച്ചു. ആ ടീമിൽ ഗോളടിച്ചത് ഇപ്പോൾ ഇവർ ഈ പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അന്ന് റൊണാൾഡോയ്ക്ക് പാസ് നൽകുക എന്നുള്ള ഒരു തന്ത്രത്തിലാണ് ആ ടീം കപ്പടിക്കുന്നത്. ഇനിയിപ്പോൾ ഓക്കെ നമ്മൾ റൊണാൾഡോയെ മാറ്റി നിർത്തുന്നു, സെൻട്രൽ സ്ട്രൈക്ക് അവരുടെ ശൈലി അങ്ങനെയാണല്ലോ. അപ്പോൾ വിങ്ങിൽ കളിക്കുക എന്നുള്ളതല്ല പോർച്ചുഗീസ് സ്റ്റൈല്. ആരെയാണ്? ഗോൺസാലോ റാമോസിനെയാണോ അവർ കൊണ്ടുവരാൻ പോകുന്നത്? ജാവോ ഫെലിക്സ് ആണോ കൊണ്ടുവരാൻ പോകുന്നത്? ജാവോ ഫെലിക്സ് ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ അല്ല,
ചാവോ ഫെലിക്സ് നമുക്ക് ഒരു പക്ഷേ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കളി ഇപ്പോൾ നമുക്കറിയാം, ഖത്തറിൽ ഒരു മത്സരം ഗോൺസാലോ റാമോസിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ആ കളി സക്സസ് ആയിരുന്നു. പക്ഷെ അത് എല്ലാ സമയത്തും നടക്കുമെന്നൊന്നുമില്ല. അങ്ങനെയൊന്നും ആയിരുന്നുവെങ്കിൽ എപ്പോഴേ പോർച്ചുഗലിനെ പോലുള്ള ഒരു ടീം അത്തരത്തിലുള്ള മാറ്റം നടത്തുമായിരുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന താരം, മുൻനിരയിൽ ഏറ്റവും റൊണാൾഡോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിമർശിക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ പോർച്ചുഗലിന് 5 ഗോളടിച്ച താരമാണ് റൊണാൾഡോ. ഇപ്പോഴല്ല റൊണാൾഡോക്ക് 40 വയസ്സ് കഴിഞ്ഞത്. ഈ ബാക്കിയുള്ള 5 ഗോളടിക്കുമ്പോഴും റൊണാൾഡോ ഗോളടിച്ചിട്ടുണ്ട്. ഈ നാഷൻസ് ലീഗിൽ കപ്പടിക്കുമ്പോഴും റൊണാൾഡോ 40-നോടടുത്ത പ്രായമുള്ളവരാണ്. ടോപ്പ് സ്കോററായിരുന്നു റൊണാൾഡോ. സൗദി ലീഗിൽ 20-ലധികം ഗോൾ നേടി, 28 ഗോളെങ്ങാണ്ടോ നേടി അവിടുത്തെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായിട്ട് അൽ നസറിനെ കിരീടവും ചൂടിച്ചു വരുന്ന ഒരു താരമാണ്. അയാൾക്ക് ഇന്നലെയല്ല പ്രായം കൂടിയത്. സൗദി ലീഗിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേസ്, അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക മാസ്മരിക ഗോൾ. 2-3 മാസമായിട്ടുള്ളൂ ആ ഗോള് ലോകം ആഘോഷിച്ചിട്ട്. അങ്ങനെ ഒരു താരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്ക് പ്രായമായി, അയാളുടെ പൊസിഷൻ ക്ലിയർ അല്ല, അയാൾ കൃത്യമായി ഫിനിഷ് ചെയ്യുന്നില്ല, അയാൾക്കൊരു ആൻറ്റിസിപ്പേറ്ററി മൂവുമില്ല എന്ന് നിരന്തരം വിമർശനം ഉന്നയിക്കുന്നത് ഈ ലോകകപ്പിലെ ആദ്യ മത്സരം മാത്രം കണ്ട് വിമർശിക്കുന്നവരാണ് കൂടുതലും എന്നുള്ളതാണ്. കാരണം അതിന് മുന്നിലുള്ള കളികളൊന്നും അധികം കാണാതെ ഈ ഒറ്റ മത്സരത്തിൽ വെച്ചിട്ട്, ശരിയാണ് ആ മത്സരത്തിൽ അങ്ങനെയായിരുന്നു, കുറച്ച് കളിക്കാർക്ക് ഓഫ് ഡേ ഉണ്ടാവുമല്ലോ. ഇന്നലെ ഇപ്പോൾ മെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ തുടക്കത്തിലൊക്കെ നമ്മൾ കരുതിയ എന്താ, ഇത് മെസ്സിയുടെ ടച്ചുകൾ, കാരണം ആ ഒരു പെനാൽറ്റി നഷ്ടമാകുന്നു. അതിനുശേഷം ടച്ച്, പന്ത് കാൽക്കീഴിൽ വരുതിയിലാക്കാൻ കഴിയാത്തതുപോലെ, എന്തോ ഒരു കാലം തട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ആദ്യ നിമിഷങ്ങൾ തോന്നിയില്ല. ഒരു സംശയമില്ല. ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം നിൽക്കുകയും ചെയ്തു. മാത്രമല്ല ആ സമയത്ത് തന്നെ 1-2 ഫൗളുകൾ വന്ന് കുറേ സമയം കളി ഇങ്ങനെ ഡിലേ ആകുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ട്രോളുകളൊക്കെ അച്ചടിച്ച് വെച്ച് തുടങ്ങുന്ന സമയത്താണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ റൊണാൾഡോയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഓഫ് ഡേ ആയിരിക്കണം ആ ദിവസം. ആ ദിവസത്തെ കളി മാത്രം വെച്ച് അളന്നതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി. കാരണം നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞ കുറേ ടൈറ്റിൽ ഫേവറേറ്റുകളുടെ കൂട്ടത്തിൽ വന്ന ടീമുകളുണ്ടല്ലോ, അതിൽ ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെയായിരുന്നു പോർച്ചുഗൽ. അതിലൊന്നും ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. ആദ്യത്തെ മത്സരം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും വരാനിരിക്കുകയാണ്. ടൂർണമെന്റിൽ ജയിച്ച് കാരണമെങ്കിൽ 8 മത്സരം കളിക്കണ്ടേ. അപ്പോൾ അത്രയും മത്സരങ്ങൾ ബാക്കിയിരിക്കുക. പക്ഷെ നമ്മൾ ഇത്രയും മത്സരങ്ങൾ കണ്ടല്ലോ, എന്താ വിനേഷിന് തോന്നുന്നത് ഈ ലോകകപ്പിലെ ടൈറ്റിൽ ഫേവറേറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞതിൽ അതേ ഗ്രേസോടുകൂടെ ആദ്യ മത്സരം മുതൽ ഇപ്പോഴും അതേ ടെമ്പോയിൽ കളിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്ന സാധനം അതിലേതൊക്കെ ടീം പോർച്ചുഗലിന് കുറവാണ്. സ്പെയിനിന് ആദ്യ മത്സരത്തിൽ ഇല്ലായിരുന്നു, പക്ഷേ 2ാം മത്സരത്തിൽ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട് രക്ഷയില്ലാതെ കളിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് ഇപ്പോഴും മുൻപന്തിയിലുണ്ട്. പക്ഷേ പ്രധാന വേദികളിൽ അവർ വീണു പോകുന്നു എന്നുള്ള ചരിത്രമാണ് അവിടെ വില്ലനായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നെതർലൻഡ്സ് ആദ്യ മത്സരത്തിൽ നിറമങ്ങിയിരുന്നു, പക്ഷേ 2ാം മത്സരത്തിൽ അവർ തിരിച്ചു വന്നു. അർജന്റീന 2 മത്സരങ്ങളിൽ 2ഉം ഗംഭീരമായി കളിച്ചു. ബ്രസീലിനെ കുറിച്ച് പറയാതെ പോകരുത്. 2ാമത്തെ മത്സരത്തിൽ ബ്രസീലിന് തിരിച്ചു വന്നു. ഹെയ്ത്തിയാണ് ശരി, പക്ഷേ അവിടെ ബ്രസീലിൻ്റെ കാര്യത്തിൽ പറയുന്നതും പരിശീലകൻ്റെ തന്ത്രത്തിനനുസരിച്ച് ആ ടീം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ആ റേസിൽ പിന്നെ ഫ്രാൻസിനെ പറഞ്ഞ് വെക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടൈറ്റിൽ റേസിൽ ഇപ്പോൾ മുന്നിലുള്ള ടീമുകൾ ആ രീതിയിൽ തന്നെ നമ്മൾ പ്രതീക്ഷ പോലെ കളിച്ചിട്ടുള്ള 3 ടീമുകളാണ്. 1 ഇംഗ്ലണ്ടിൻ്റെ 2ാമത്തെ മത്സരം വരട്ടെ, അതറിയാം. 2 ഫ്രാൻസ്, 3 അർജന്റീന. ഇത് തന്നെയല്ലേ, ഈ 3 തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ജർമ്മനി ആദ്യ മത്സരത്തിൽ ഗോൾ വർഷം നടത്തിയെങ്കിലും 2ാം മത്സരം അത്ര മികച്ചതായിരുന്നില്ല അവരുടേത് എന്നുള്ളതാണ്. അവർക്ക് ലൂപ്പ് ഹോൾസ് കൃത്യമായി പ്രകടമായ ഒരു മാച്ചായിരുന്നു ജർമ്മനിക്ക് എന്നുള്ളത്. ഒരു ഈ ഒരു ടൂർണമെൻറ്റിൽ നമ്മളിപ്പോൾ കറുത്ത കുതിര എന്നുള്ള പ്രയോഗം തന്നെ ശരിയാണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും ഓരോ തവണയും ഇപ്പോൾ 98-ൽ തുർക്കി, 2002-ലേക്ക് വരുമ്പോൾ 98-ൽ ക്രൊയേഷ്യ, അതെ. പിന്നെ 2002-ലേക്ക് വരുമ്പോൾ തുർക്കിയും സൗത്ത് കൊറിയയും. അങ്ങനെ ഓരോ ലോകകപ്പിനും ഓരോരോ കറുത്ത കുതിരകളുണ്ടാവും. ഇതുവരെയുള്ള പ്രകടനം കണ്ടിട്ട് ആരെയാണ് നമുക്ക് ആ രീതിയിലേക്ക് കാണാൻ പറ്റുന്നത്? ഇതുവരെയുള്ള പെർഫോമൻസിൽ എനിക്ക് തോന്നിയത് മറ്റൊന്ന് ജപ്പാൻ തന്നെയാണ്. അണ്ടർഡോഗ്സ് അല്ല, യഥാർത്ഥത്തിൽ ജപ്പാനെ ഓൾറെഡി ജപ്പാൻ പെർഫോം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എല്ലാ സമയത്തും ഒരു നോക്കൗട്ട് വരെ, ഫസ്റ്റ് നോക്കൗട്ട് വരെ അവരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ കേപ്പ് വെർദെ അൺഎക്സ്പെക്റ്റഡ് ടീമാണ്. ഇതുവരെയുള്ള 2 സമനിലമാരും. അതും ആദ്യ കളിയിൽ സ്പെയിനും 2ാമത്തെ കളി ഉറുഗ്വയാണ്. 2 ലോക ചാമ്പ്യന്മാരെയാണ് അവർ പിടിച്ചത്. അതെ, അത് ഉറുഗ്വേ 2 കിരീടങ്ങളുള്ള സംഘമാണ്. സ്പെയിൻ 2010-ലെ കിരീടമുള്ള സംഘമാണ്. ഒരു പക്ഷേ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനക്കെതിരെ വരിക ഇതേ സംഘമായിരിക്കും. സ്പെയിൻ പറയുകയാണെങ്കിൽ അവർ
ബസ് പാർക്കിംഗ് ആയിരുന്നു വേണമെങ്കിൽ പറയാം. പക്ഷെ ഉറുഗ്വേക്കെതിരെ അവർ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ആ 2 ഗോളും നേടിയല്ലോ. 2 ഗോൾ നേടുന്നതാണ് പ്രധാനം. അതെ. അപ്പോൾ ലോകകപ്പിൽ വരുന്നു, വിലപ്പെട്ട 2 പോയിന്റുകൾ സ്വന്തമാക്കുന്നു എന്നൊക്കെ പറയുന്നത് അതും 2 ഗോൾ അടിച്ച് 2 ഗോൾ അടിക്കുന്നു. ആദ്യം ഒരു ഗോൾ അടിച്ച് മുന്നിലെത്തുന്നു, പിന്നീട് തിരിച്ചടി. ശരിക്കും ഈ ലോകകപ്പ് 48 ടീമുകളാകുന്നു, അതൊരു രസംകുലിയാകുമോ എന്നുള്ളൊരു ആശങ്കകളൊക്കെ ശരിക്ക് നമ്മളെ പോലെയുള്ള സാധാരണ ഫുട്ബോൾ ആരാധകർക്കൊക്കെ അതിലൊരു 60-70% ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് ശരിക്ക് തെളിയിക്കുന്ന ഒരു രീതിയിലല്ലേ ഈ ലോകകപ്പിൻ്റെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നത്. കാരണം ഓരോ കുഞ്ഞു ടീമിനും ആരെയും നമുക്ക് എഴുതിത്തള്ളാൻ കഴിയുന്നില്ല. ഓരോ ടീമുകളും കൃത്യമായി പൊരുതി നിൽക്കുന്നു. ശരി, വലിയ ഗോൾ മഴ കണ്ട മത്സരങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല, ആരൊക്കെ മുന്നോട്ട് പോകുമെന്നും അറിയില്ല. പക്ഷേ എങ്കിൽ തന്നെയും അതൊരു രസംകുലിയായിട്ട് തോന്നില്ലല്ലോ അല്ലേ? തീർച്ചയായും ഇൻഫാന്റിനോയുടെ ഒരു വിജയമായിട്ട് എനിക്ക് തന്നെ തോന്നുന്നത്. കാരണം 48 ടീമാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വിമർശനം നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നമ്മളടക്കമുള്ളവർ വിമർശനം 2 തരം ഗുണമാണ് ഇതുണ്ടായത്. കുറച്ചുകൂടെ ഗ്രൂപ്പ് ഘട്ടം കുറച്ചുകൂടെ ആക്രമണോത്സുകമായി മാച്ചുകൾ എന്നുള്ളതാണ്. എല്ലാ ടീമുകൾക്കും പ്രതീക്ഷയുണ്ട്. അപ്പം കുറച്ചുകൂടെ ഗോളുകൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2-3 ലോകകപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ ഗോളുകളുടെ എണ്ണം അതിന് ഫസ്റ്റ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കളിയിലെ സ്റ്റാറ്റ്സ് നോക്കിയില്ല, അതിന് മുന്നേ ഉള്ളത് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഒരു കളിയിൽ ശരാശരി 3.02 ഗോൾ, ഒരു കളിയിൽ 3 ഗോള് ശരാശരി വരുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോകകപ്പ് സമീപകാലത്തെ കുറച്ച് ലോകകപ്പുകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ്. കുറച്ച് ഗോൾ ആവറേജ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അത് ബിലോ 3 ആയിരുന്നു എന്നാണ് എനിക്ക്. 8 3 സ്ഥാനക്കാരുണ്ടാകുമ്പോൾ പിടിച്ചു കളിക്കുന്നത് ഒഴിവാക്കിയിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് എല്ലാ ടീമും. അതെ, അതായത് ഫസ്റ്റത്തെ 2 മാച്ചസ് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു സാധ്യതയാണത്. ഒരു അൺഎക്സ്പെക്റ്റഡ് സമനില കിട്ടുക, ഡ്രോ കിട്ടുക, അല്ലെങ്കിൽ ഒരു വിജയം കിട്ടിയാൽ അത് അവരുടെ മൊത്തത്തിലുള്ള ഒരു ഭാവിയെ അത് മാറ്റുമെന്നുള്ളതിനാൽ ചെറിയ ടീമുകൾ ആ തരത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മാത്രമല്ല വലിയ ടീമുകൾ കുറച്ചൊരു കരുതലോട് കൂടിയും കളിക്കുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് അവർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ഗുണമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് മാച്ചുകൾ എല്ലാം ക്രൂഷ്യലായിരിക്കും. ഇനിയുള്ള ടൈറ്റ് ഡിഫൻസ് മാച്ചുകൾ കാണാൻ പോകുന്നത് നമ്മൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മാച്ചാണ്. അതിലൊന്നാണ് ബ്രസീൽ സ്കോട്ട്ലാൻഡ് മാച്ചൊക്കെ ആ തരത്തിലാണ് ഇനി നമ്മൾ കാണേണ്ടത്. കാരണം സ്കോട്ട്ലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സമനില മതി. അങ്ങനെ പല ഗ്രൂപ്പുകളിൽ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ആ തരത്തിലേക്ക് ആയിരിക്കും. ഇപ്പോൾ കേപ്പ് വെർദെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കുഞ്ഞൻ ടീമുകൾ അവരുടെ സർവം മറന്നുള്ള ചെറിയ സാധ്യതകളായി. ഇപ്പോൾ ഇറാൻ ആണെങ്കിലും കേപ്പ് വെർദെ ആണെങ്കിലും അങ്ങനെ എല്ലാ ടീമുകൾക്കും ഇപ്പോൾ പല ഗ്രൂപ്പുകളും ഓപ്പണാണ്. അവിടെ അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും എന്നുള്ളത്. പോർച്ചുഗലും കൊളംബിയ ആൾറെഡി ആ ഗ്രൂപ്പിൽ 3 പോയിന്റ് നേടി നിൽക്കുകയാണ്. പോർച്ചുഗൽ കൊളംബിയ മത്സരം എങ്ങനെയാവുമെന്ന് കണ്ടറിയേണ്ടി വരും. ഇപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും പറഞ്ഞതുപോലെ തന്നെ സ്പെയിൻ്റെ ഗ്രൂപ്പ് ആരൊക്കെ മുന്നോട്ട് പോകും നമുക്കറിയില്ല. ബെൽജിയത്തിൻ്റെ ഗ്രൂപ്പ് നമ്മളതിലൊന്നും കേപ്പ് വെർദെ കണ്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഏതായാലും ടൈറ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടാക്ടിക്സ് എന്ന് പറയുന്നത് നമ്മൾ പല ഏരിയയിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അർജന്റീനയിൽ നിന്ന് തുടങ്ങി, അർജന്റീനയിൽ നിന്ന് തന്നെ അവസാനിപ്പിക്കാം. അർജന്റീന തുടർച്ചയായ 2ാമത്തെ വിജയം എന്ന് പറയുന്നത് നോക്കൗട്ട് ഉറപ്പിച്ചു എന്നത് മാത്രമല്ല, അർജന്റീന ഒരു ടീമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എങ്ങനെയാണോ കളിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ച കണ്ടു. ഈ ഒരു പ്രസ്സിംഗ് ഗെയിമുമായിട്ട് വന്ന ഓസ്ട്രേലിയക്കെതിരെ മറുതന്ത്രം കൃത്യമായിട്ടുണ്ടായിരുന്നു സ്കാലോണിക്ക് എന്നുള്ളത് ഇന്നലത്തെ മത്സരത്തിൽ വ്യക്തമായി. അങ്ങനെ അനായാസമായിട്ടുള്ളൊരു ജയം, ആധിപത്യം പുലർത്തിയിട്ടുള്ളൊരു ജയം തന്നെ. കാരണം ഒരിക്കലും നമുക്ക് മത്സരം കണ്ടപ്പോൾ ശരി ഒരു വിരസമായിരുന്നു, ഓസ്ട്രേലിയയുടെ കാലുകളിൽ പന്തുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു പേടി അർജന്റീന ആരാധകർക്കോ അർജന്റീന താരങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. ലയണൽ മെസ്സി മുന്നിൽ നിന്ന് നയിക്കുന്നു. മറുവശത്ത് ലയണൽ മെസ്സിക്ക് തൊട്ടു പിന്നാലെ വരികയാണ് എംബാപ്പെ, ഹാലൻഡ് പോലെയുള്ള താരങ്ങൾ. അപ്പോൾ ആ രീതിയിൽ വളരെ രസകരമായി മാറുകയാണ് ഈ ലോകകപ്പ് ഇതിനോടകം. അപ്പോൾ ടാക്ടിക്സ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.